നമസ്കാരം സുഹൃത്തുക്കളെ, ഹിന്ദിയിലെ സർവ്വനാമങ്ങളെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട സർവ്വനാമങ്ങൾ മെയിം, ഹം, തു, തും, ആപ്, വഹ്, യഹ്, വേ, യേ. ഇവ പേഴ്സണൽ പ്രോനൗൺസ് ആണ്, പുരുഷവാചക സർവ്വനാമങ്ങൾ. ഇനി ഹിന്ദിയിലെ വിഭക്തി പ്രത്യയങ്ങൾ നമുക്കറിയാം. നെ, കോ, സെ, കാ, കേ, കി, മെയിം, പർ. ഇവയാണ് പ്രധാനപ്പെട്ട വിഭക്തി പ്രത്യയങ്ങൾ. സർവ്വനാമങ്ങളോട് വിഭക്തി പ്രത്യയങ്ങൾ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാം ഒരുമിച്ച് ഒരു വീഡിയോയിൽ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ സർവ്വനാമത്തിനോടൊപ്പം നെ, കോ, സെ, കാ, കേ, കി, മെയിം, പർ ഇവ ചേർക്കുന്ന രീതി നമുക്ക് പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ മെയിം എന്ന സർവ്വനാമത്തോട് വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴുള്ള മാറ്റങ്ങൾ പഠിക്കാം. മെയിം എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ, ഐ. മെയിമിനോട് നെ ചേരുമ്പോൾ മെയിം നെ എന്ന് തന്നെയാണ് പറയുന്നത്. രൂപത്തിന് വ്യത്യാസമില്ല, അർത്ഥത്തിനും വ്യത്യാസമില്ല. നെ പ്രത്യയത്തിന് പ്രത്യേക അർത്ഥമില്ല. മെയിം നെ, ഞാൻ. മെയിം അധികം നെ, മെയിം നെ അർത്ഥം ഐ, ഞാൻ. മെയിം അധികം കോ, മുജ് കോ അല്ലെങ്കിൽ മുझे, എനിക്ക്, ക്ക്, ന് എന്നിവയാണ് കോ പ്രത്യയത്തിൻ്റെ അർത്ഥം. മുജ് കോ അല്ലെങ്കിൽ മുझे എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ, എം ഇ, മീ. നെ സബ്ജക്റ്റായിട്ട് വരുമ്പോഴും കോ ഓബ്ജക്റ്റായിട്ട് വരുമ്പോഴും ഉപയോഗിക്കുന്നു. ഇനി മെയിം അധികം സെ, മുझ് സെ, എന്നാൽ, എന്നോട് എന്നാണ് അർത്ഥം. ടു മീ, ബൈ മീ. ടു മീ എന്നോട്, ബൈ മീ എന്നാൽ. ഇനി മെയിമിനോട് കാ, കേ, കി ഇവ ചേർക്കുമ്പോൾ യഥാക്രമം മേരാ, മേരെ, മേരി എന്ന് കിട്ടും. മെയിം അധികം കാ, മേര. മെയിം അധികം കെ, മേരെ. മെയിം അധികം കി, മേരി. ഇവ മൂന്നിൻ്റെയും അർത്ഥം എൻ്റെ. എന്താണ് വ്യത്യാസമെന്ന് പറഞ്ഞാൽ മേര പുല്ലിംഗ ഏകവചനമാണ്, മേരെ പുല്ലിംഗ ബഹുവചനമാണ്, മേരി സ്ത്രീലിംഗ രൂപമാണ്. ഇനി മേം എന്ന വിഭക്തി ചേരുമ്പോൾ മേം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻ, അകത്ത്, ഇൽ. മെയിം അധികം മേം, മുझ് മേം, എന്നിൽ, ഇൻ മീ. ഇനി മെയിമിനോട് പർ എന്ന വിഭക്തി പ്രത്യയം ചേരുമ്പോൾ പറിൻ്റെ അർത്ഥം ഓൺ, മേൽ, മുകളിൽ. മെയിം അധികം പർ, മുझ് പർ, എൻ്റെ മേൽ, ഓൺ മീ. ഇനി ഇതേപോലെ കേലിയെ എന്ന വിഭക്തി പ്രത്യയം മെയിമിനോട് ചേർന്നാൽ മേരേലിയെ. മെയിം അധികം കേലിയെ, മേരേലിയെ എന്ന് കിട്ടും. എനിക്ക് വേണ്ടി, ഫോർ മീ. അപ്പോൾ മെയിം എന്ന സർവ്വനാമത്തിനോട് നെ, കോ, സെ, കാ, കേ, കി, മെയിം, പർ, കേലിയെ എന്നീ വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴുള്ള മാറ്റം നാം പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.